കനത്ത മഴയിൽ ദുരിതത്തിലായിരിക്കുകയാണ് ചാലക്കുടിയിലെ റംബൂട്ടാൻ കർഷകർ. വലിയ തോതിലാണ് മരത്തിൽ നിന്ന് കായ്കൾ കൊഴിഞ്ഞു പോകുന്നത്. ഇതോടെ വിളവിന് കാര്യമായി ബാധിച്ചു. ഇത്തവണത്തെ കൃഷി വൻ നഷ്ടത്തിലായതിന്റെ കഷ്ടപ്പാടുകളാണ് കർഷകർക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഏറ്റവും അധികം റംബൂട്ടാൻ കൃഷി നടക്കുന്ന ഒരു മേഖലയാണ് തൃശ്ശൂർ ചാലക്കുടി അതിരപ്പള്ളി മേഖല എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ കനത്ത മഴ പെയ്തതോടുകൂടി റംബൂട്ടാൻ കർഷകരാകെ ഒരു വിഷമത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ കായകൾ മുഴുവൻ കൊഴിഞ്ഞു പോവുകയാണ്. അത് വളരെ അധികം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം ഇവർ നേരിടുന്ന പ്രതിസന്ധി. മൊത്തം കൊഴിഞ്ഞേക്കാണ്. ഇതല്ല, ഇതിൽ വലിയ കായകളുണ്ട്. അല്ല, ഇത്രയായ കായാണ്. ഇത് മൊത്തം കൊഴിഞ്ഞിട്ടുള്ളതാണ്. 60% കായും കൊഴിഞ്ഞു. ഇനി 40% മാത്രമേ ഈ നിൽക്കുന്നുള്ളൂ. കനത്ത മഴ ചെറുതായൊന്നുമല്ല റംബൂട്ടാൻ കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ആകെയുള്ള വിളവിൻ്റെ 60% വരെ കായകൾ കൊഴിഞ്ഞു പോവുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിൽ ശക്തിയായി പെയ്യുന്ന മഴ, അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പലരും മറ്റു വിളകൾ ഉപേക്ഷിച്ചാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. 2 വർഷമായി പക്ഷേ കാലാവസ്ഥ കർഷകർക്ക് ഇരുട്ടടിയായി. കഴിഞ്ഞ കൊല്ലം ഒട്ടും ഉണ്ടായില്ല. അതായത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഇതിൽ കഴിഞ്ഞ കൊല്ലം വളരെ പരാജയത്തിലായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല. ഈ തവണ നമ്മൾ അതനുസരിച്ച് പ്രയത്നിച്ചാണ് ഇതിൽ നന്നായിട്ട് വളം ചെയ്തും നന്നായിട്ട് ഇതും ചെയ്തും നോക്കിയും നനച്ചും എല്ലാം കൊണ്ട് ചെയ്തപ്പോൾ അതിന് മാറ്റം വരും എന്നുള്ള കണ്ടീഷൻ നിന്ന് അപ്പോഴാണ് ഇതേമാതിരി കൊഴിഞ്ഞു കിടക്കുന്നത്. കർഷകർക്ക് ലഭിക്കുന്ന വിലയും കുറഞ്ഞു. ഒരാഴ്ച കൊണ്ട് വലിയ മാറ്റമാണ് റംബൂട്ടാൻ്റെ വിലയിലുണ്ടായത്. നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ടാവും മാർക്കറ്റിൽ. അതിപ്പോൾ തുടർച്ചയായ മഴ പെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് ഈ ഫ്രൂട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ റംബൂട്ടാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂറാണ് ഷെൽഫ് ലൈഫ് ഉള്ളൂ. മാംഗോസിനോട് 3-4 ദിവസം നമുക്ക് കിട്ടും. അപ്പോൾ വളരെ കുറച്ച് കാലപരിധി ഉള്ളതുകൊണ്ട് നമുക്കിതിൽ റിസ്ക് ഉണ്ട്. റംബൂട്ടാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറിക്കുന്നില്ല. ഇപ്പോൾ ഡിമാൻഡ് ഇല്ലാത്ത സമയത്ത് നമ്മളത് മരത്തിൽ തന്നെ ഇട്ടേക്കാണ്. പക്ഷെ അതിനും നമുക്കൊരു കാലപരിധി ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മളത് പറക്കേണ്ടി വരും. കഴിഞ്ഞ കൊല്ലം വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം നമുക്ക് വില പെട്ടെന്ന് താഴേക്ക് വരുന്നുണ്ട്. കേരളത്തിലെ റംബൂട്ടാൻ കൃഷിയുടെ തുടക്കം ചാലക്കുടിയിൽ നിന്നാണ്. ഓരോ വർഷവും ഈ കൃഷിയിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. പക്ഷേ കായയുടെ കൊഴിഞ്ഞുപോക്ക് ഈ മേഖലയെ തകർക്കുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. ഭൂരിഭാഗവും വലിയ മരുന്നടിക്കാതെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാറ്റും മഴയും അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സുജീവ ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.